നമസ്കാരം. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ചൈനയ്ക്ക് മറ്റൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടി കൊടുത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ 2 പുതിയ സൈനിക താവളങ്ങൾ പണിഞ്ഞുകൊണ്ടായിരിക്കും അത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ പുതിയതായി ഒരു എയർബേസ് പണിയുക, അതോടൊപ്പം തന്നെ അഗത്തിയിൽ നിലവിലുള്ള എയർഫീൽഡ് വികസിപ്പിച്ചെടുക്കുക, ഇവ രണ്ടുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതികൾക്ക് തത്വത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു. മിനിക്കോയ് ദ്വീപിൽ 2024 ജൂണിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് INS ജഡായു എന്ന പേരിൽ ഒരു നേവൽ ബേസ് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന പുതിയ എയർഫീൽഡും ഈ നേവൽ ബേസിൻ്റെ ഭാഗമായിരിക്കും. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം കണക്കിലെടുത്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ നീക്കം. മാത്രവുമല്ല, മാൽദീവ്സ് പ്രസിഡന്റിൻ്റെ അമിതമായ ചൈനീസ് പ്രീണനവും ഇന്ത്യ ഗൗരവകരമായി തന്നെയാണ് കാണുന്നതും. അതുകൊണ്ട് തന്നെയാണ് മാൽദീവ്സിൽ നിന്ന് കഷ്ടിച്ച് 100 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന മിനിക്കോയ് ഐലൻഡിൽ INS ജഡായു എന്നൊരു നേവൽ ബേസ് ഇന്ത്യ നിർമ്മിക്കാനുള്ള കാരണവും. ഇതോടൊപ്പം തന്നെ മേഖലയിൽ വൻകിട ടൂറിസം പദ്ധതികൾ കൊണ്ടുവരാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ടൂറിസം മേഖലയിൽ മാൽദീവ്സിനുള്ള പ്രാതിനിധ്യം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ചടുല നീക്കം മാൽദീവ്സിനെയും ചൈനയെയും മാത്രമല്ല ആശങ്കയിലാഴ്ത്തുന്നത്, മറിച്ച് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരിക്കടത്തും ആയുധക്കടത്തും നടത്തുന്നവരെയും പൂട്ടാൻ ഉദ്ദേശിച്ച് ഉള്ളത് തന്നെയാണ്. നമ്മുടെ രാജ്യം കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.